എങ്ങനെ നമുക്കും നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ ഒരു വീഡിയോ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷനാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്, കൈൻ മാസ്റ്റർ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിന്നിവിടെ പരിചയപ്പെടുന്ന ആപ്ലിക്കേഷൻ്റെ പേര് കൈൻ മാസ്റ്റർ എന്നാണ്. നിങ്ങളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കൈൻ മാസ്റ്റർ ഇതായി കാണുന്ന പോലെ ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. സെൻട്രലിൽ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവും. മൊബൈലിൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു വീഡിയോ എഡിറ്ററാണ്. ഒരുപക്ഷെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന വീഡിയോ എഡിറ്ററിനേക്കാൾ പെർഫോമൻസ് ഉള്ള, നല്ല മൊബൈലാണെങ്കിൽ ഭംഗിയായിട്ട് ചെയ്യാവുന്ന, എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു എഡിറ്ററാണ്. ചെറുതായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പരമാവധി കാര്യങ്ങൾ പറയാം, കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ ഞാൻ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും: പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ്, MT പ്രൊജക്റ്റ്. MT പ്രൊജക്റ്റ് പറയുന്നതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും അറിയാത്ത ഒരാളെ അവർ സഹായിക്കുന്നതാണ്. പക്ഷെ അതിൽ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് എപ്പോഴും ഈ MT പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പ്രിവ്യൂ പാൻ. ഇവിടെയാണ് നമ്മൾ ആഡ് ചെയ്യുന്ന വീഡിയോകളുടെയൊക്കെ കാണുക, എന്താണ് അതിൻ്റെ ഓരോ ടൈം ലൈനെ കാണുക. താഴെ അതിൻ്റെ ടൈം ലൈനാണ് നമ്മൾ ആഡ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനുള്ള സ്ഥലമാണത്. സോ ഇവിടെ നമുക്ക് ആഡ് ചെയ്യുന്ന വീഡിയോസ് കാണാം. താഴെ അതിൻ്റെ ടൈം ലൈൻ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇത്രയും ഓപ്ഷൻസ് ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ഓപ്ഷൻസ് എന്ന് പറയുന്നത്. മീഡിയ ബ്രൗസർ, ലെയർ, വോയിസ്, ഓഡിയോ, ഇത്രയുമാണ്. ഏറ്റവും ബേസിക് ഐഡിയ എന്ന് പറയുന്നത്, ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് ഫസ്റ്റ് ലെയർ ആയിരിക്കും. ആ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം. ഒരു വീഡിയോ വേണോ, രണ്ട് വീഡിയോ വേണോ, അല്ലെങ്കിൽ ഒറ്റ ലെയർ മതിയോ, ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ ആ ലെയറിന് വേണ്ടിയുള്ളതാണ് ഈ മീഡിയ ബ്രൗസർ. ഞാനത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുന്ന എൻ്റെ ഫോണിലുള്ള എല്ലാ ഫോട്ടോയും എല്ലാം വരും. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു കളർ മാത്രം കൊടുക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഒരു കളറാണ്. അപ്പോൾ ഇതിനകത്ത് ഡീഫോൾട്ടായിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ കുറേ കളറുകളുണ്ട്. ഞാൻ അതിലേതെങ്കിലും ഈ റെഡ് കളർ സെലക്ട് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്തു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അത് വന്നു. ഇനി ഫോർഗ്രൗണ്ടിൽ നമുക്ക് എന്ത് വേണം, പിക്ചറുകൾ ആഡ് ചെയ്യാം, വീഡിയോ ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം, എഴുതാം, വരയ്ക്കാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ ഈ താഴെ ലെഫ്റ്റ് കോർണർ നോക്കി കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ പ്ലേ ഹെഡിൻ്റെ ഫസ്റ്റ് വരും. അപ്പോൾ സത്യത്തിൽ ഒരു ചെറിയ ഭാഗം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു 12 സെക്കൻഡോ 6 സെക്കൻഡ് സമയത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കൂട്ടണം. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടി നോക്കുക, എല്ലാ എഡിറ്റിങ്ങിൻ്റെയും ബേസിക് എന്ന് പറയുന്നത് ഈ താഴെ കാണുന്ന ടൈം ലൈനിൽ കാണുന്ന അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു മഞ്ഞ ബോർഡർ വന്നത് കാണാം. ഈ മഞ്ഞ ബോർഡർ വന്നു കഴിഞ്ഞാൽ അത് എഡിറ്റിങ്ങിന് തയ്യാറാണെന്നാണ് അർത്ഥം. അപ്പോൾ എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടി ഈ റൈറ്റ് സൈഡിൽ ഇവിടെ പിടിച്ച് ഡ്രാഗ് ചെയ്യാം. അങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ കൂടും. എത്ര നേരം വേണമെങ്കിലും എനിക്കിതിങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ എനിക്ക് എത്ര വീഡിയോൻ്റെ ലെങ്ത്ത് എൻഡിൽ നോക്കി അറിയാം. ഇത് 32 സെക്കൻഡ് ലെങ്ത്തായി. ഇനി അത് ഒറ്റയടിക്ക് കൂട്ടണം എന്നാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ഒരു 3 ഡോട്ട് കാണാം. ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണാം. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് 2 തവണ ആയിട്ട് വന്നു. എൻഡിലേക്ക് ഒന്ന് നോക്കിയാൽ 1 മിനിറ്റ് വരെ നീണ്ടും. അപ്പോൾ എത്ര വേണമെങ്കിൽ നമുക്ക് നീട്ടാം. അത് ഞാൻ നീട്ടി കാണിക്കുന്നില്ല. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോകണമെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്താൽ സ്റ്റാർട്ടിൽ വന്നു. ഇനി എനിക്ക് വേണ്ടത് ഇതിലേക്കൊരു വീഡിയോ ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് സൈഡിലെ ലെയർ, വീഡിയോ, പിക്ചർ എന്ത് വേണം ആഡ് ചെയ്യാം. ഞാൻ ആ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു വീഡിയോ, ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഒരു വീഡിയോ എടുക്കുന്നു. മീഡിയ നോക്കുക, വീഡിയോ മാത്രമല്ല മീഡിയയിൽ പിക്ചറും വീഡിയോയും പറ്റും. താഴെ ഇഫക്റ്റുകൾ, ഓവർലേ ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്, ഒക്കെ പറ്റും. അപ്പം ഞാൻ ആദ്യം മീഡിയ ക്ലിക്ക് ചെയ്യുന്നു. മീഡിയ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച പോലെ എൻ്റെ ഫോണിലെ എല്ലാ മീഡിയകളും വരും. ഞാൻ അതിനകത്ത് എഡിറ്റിങ്ങിന് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിലുള്ള 2-3 വീഡിയോ ആണ്. ഞാൻ എൻ്റെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു 1-2 കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് കാണിക്കാം. അതിലൊന്നാമത്തതാണ്, ഞാനിത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ഫ്രണ്ടിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് വന്നു കഴിഞ്ഞു. ഇങ്ങനെ എന്ത് ആക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഈ റൈറ്റ് കോർണറിൽ ടോപ്പ് കോർണർ നോക്കുക, ഈ ടിക്ക് മാർക്കാണ് നമ്മളത് ചെയ്തു എന്ന് പറയുന്ന ഓക്കെ ബട്ടണാണിത്. ആ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ആയിക്കഴിഞ്ഞു. ഇനി ഞാൻ വെറുതെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുന്നു. ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത് പ്ലേ ആവുന്ന കാണാം. പ്ലേ ആകുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ എഡിറ്റിംഗ് വരുത്തണം എന്ന് അറിയണം. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് പ്ലേ ആവുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ റെക്കോർഡിംഗ് ആയതുകൊണ്ട് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ആ സൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യം പറയാം.
പക്ഷേ ഈ വീഡിയോ പ്ലേ ചെയ്ത് തുടങ്ങുമ്പോൾ എനിക്ക് ഐഡിയകൾ ഓരോന്നോരോന്ന് വരിക ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഒന്നാമത്തെ കാര്യം, ഇത് ഞാനൊരു ക്രിയേറ്റീവ് കോമണിൽ നിന്ന്, അതായത് കോപ്പി റൈറ്റ് ഇഷ്യൂ ഇല്ലാത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്കിത് എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ ബോർഡറുകൾ എനിക്ക് വേണ്ട, ഇത് കറക്റ്റ് കട്ട് ചെയ്ത് കളയണം. കാരണം ബോർഡറിൽ ഇതിൻ്റെ ആളുകളുടെ പേരൊക്കെ ഉണ്ട്, അതെനിക്ക് അത് കട്ട് ചെയ്യണം എന്നാണെങ്കിൽ ഞാനത് സെലക്ട് ചെയ്യുന്നു. ഒന്നെങ്കിൽ ഈ ഇവിടെ തന്നെ ഇതിൻ്റെ പ്രിവ്യൂവിൽ തന്നെ പോയിട്ട് അതിന് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ താഴെ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. എങ്ങനെയായാലും സെലക്ട് ആയി കഴിഞ്ഞാൽ ഈ മഞ്ഞ ബോർഡർ വരും. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്റ്റഡ് അല്ല, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ സെലക്റ്റഡ് അല്ല. അപ്പോൾ ഇവിടെ ഉള്ളത് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമാണ് റൈറ്റ് സൈഡിലുള്ളത്. ഞാൻ ഇതിനൊന്ന് സെലക്ട് ചെയ്യുന്നു, താഴെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുന്നതോടുകൂടെ റൈറ്റ് സൈഡ് മാറി, കാരണം ആ വീഡിയോ എനിക്ക് ചെയ്യാവുന്ന എല്ലാ ഓപ്ഷൻസും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നോക്കാം, ക്രോപ്പിംഗ് ഉണ്ട്, ക്രോമ കീ, ആൽഫ ഒപ്പാസിറ്റി, കളർ ഫിൽട്ടർ, റൊട്ടേറ്റ്, ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം ഞാൻ ഇവിടെ പരിചയപ്പെടുന്നില്ല, വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇവിടെ നോക്കി, എനിക്ക് ആദ്യം ഇതൊന്ന് ക്രോപ്പ് ചെയ്യണം, ഈ സൈഡും അരികൊക്കെ ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് ശരിയാക്കണം എന്നാണെങ്കിൽ റൈറ്റ് സൈഡിൽ പോകുന്നു. ഇവിടെ ഇങ്ങനെ നോക്കിയാൽ ക്രോപ്പിംഗ് എന്ന് കാണാം. ഞാൻ ആ ക്രോപ്പിംഗ് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ സെലക്ഷൻ വന്നു, റൈറ്റ് എല്ലാ കോർണറിലും ഒരു ഹാഫ് സ്ക്വയർ ബ്രാക്കറ്റ് കാണാം. ഞാൻ അതിൽ പിടിച്ചൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി, അപ്പോൾ അത് ക്രോപ്പ് ആവുന്നതാണ്. അതാ ഓക്കെ, ഞാനിവിടെ സൈഡിൽ പിടിച്ച് ഇങ്ങോട്ട് ക്രോപ്പ് ചെയ്യുന്നു. ഈ മൂലയ്ക്ക് പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്കിങ്ങനെ ക്രോപ്പ് ചെയ്യാം. ഇനി മുകളിലെ ഭാഗം അതും എനിക്കിങ്ങനെ താഴേക്ക് ക്രോപ്പ് ചെയ്യാം, ഈ മൂല പിടിച്ചിട്ട്. ഓക്കെ, അത്രയുമായി. ലെഫ്റ്റ് സൈഡ് കുറച്ചുകൂടെ ക്രോപ്പ് ചെയ്യാനുണ്ട്, കളർ കാണുന്നുണ്ട്. ശ്രദ്ധിച്ച് ചെയ്താൽ മതി, ഞാൻ സ്പീഡിൽ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇത്രയും ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈറ്റ് ടോപ്പിലുള്ള ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുന്നു, ടിക്ക് ചെയ്തു. ഇപ്പോൾ വീഡിയോ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി ഞാനതിൻ്റെ പ്ലേ ഹെഡിൽ ആദ്യം മുതലൊന്ന് പ്ലേ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പ്ലേ കൊടുക്കുന്നു, ഇതാണ് പ്ലേ. ഈ പ്ലേ ചെയ്യുമ്പോൾ പോലും നമുക്കിങ്ങനെ വളരെ സാവധാനത്തിൽ പ്ലേ ചെയ്യേണ്ടതെന്നാണെങ്കിൽ നമുക്ക് ഈ കൈ കൊണ്ട് ഇവിടെ, അല്ലെങ്കിൽ മൗസ് കൊണ്ട്, കമ്പ്യൂട്ടറിലാണെങ്കിൽ മൗസ് കൊണ്ട്, അല്ലെങ്കിൽ ഫോണിലാണെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ ഇതിൻ്റെ വേഗം ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റും. ഓരോ പൊസിഷൻ നമുക്ക് വീഡിയോ അവിടെ എത്തിയെന്ന് കാണാനും പറ്റും. ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇതിൻ്റെ തുടക്കത്തിലേക്ക് പോയിട്ട് പ്ലേ ചെയ്യിക്കുകയാണ്. പ്ലേ ബട്ടൺ ആക്ടിവേറ്റ് ഉണ്ട്, പ്ലേ കൊടുക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് ആദ്യം തോന്നിയൊരു ഐഡിയ എന്ന് പറയുന്നത്, ഈ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇതിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ഈ ലോഡിങ് എന്നുള്ളത് എനിക്ക് വേണ്ട. അപ്പോൾ നമുക്ക് എവിടെ വരെയാണ് എനിക്ക് കട്ട് ചെയ്യേണ്ടത്? എനിക്ക് ഇത്രയും ഭാഗം കട്ട് ചെയ്യണം, ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നാണെങ്കിൽ പ്ലേ ഹെഡ് കൃത്യമായിട്ട് അവിടെ എത്തിക്കുക, എന്നിട്ട് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ മേലെ കാണുന്ന സിസേഴ്സിൻ്റെ പിക്ചർ. ഞാൻ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 3-4 ഓപ്ഷൻസ് കാണാം. ഒന്നാമത്തെ ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ്, ഇവിടെ നിന്ന് ഇതിൻ്റെ ഇടത് ഭാഗം മുഴുവൻ കട്ടായി പോകുന്നു. രണ്ടാമത്തെ ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ്, ഇവിടെ നിന്ന് ഇതിൻ്റെ വലത് ഭാഗം മൊത്തം കട്ടായി പോകുന്നു. മൂന്നാമത്തെ സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ്, കറക്റ്റ് നടുവിൽ ഇങ്ങനെ മുറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് കട്ടായി പോകണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ക്ലിക്ക് ചെയ്താൽ മതി, മേലെ പോയിട്ട് ഇത് ക്ലിക്ക് ചെയ്യുന്നു. അത് കാണാം, ഇവിടെ നിന്ന് അത് കംപ്ലീറ്റ് കട്ടായി. പക്ഷേ ഇപ്പോഴൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിൻ്റെ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നമ്മൾ പ്ലേ ഹെഡ് ആദ്യം മുതൽ പ്ലേ ആകുമ്പോൾ കുറച്ച് ഭാഗം ബ്ലാങ്ക് ആയിരിക്കും. ഇവിടെ പ്ലേ കൊടുക്കുന്നു. പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഭാഗം ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ടി വരിക, ഈ വീഡിയോയെ ഇങ്ങനെ അറ്റത്തെത്തിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ലോങ് പ്രസ് ചെയ്യാം. അപ്പോൾ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. വൈബ്രേഷൻ ഫീൽ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നല്ല ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അറ്റത്തേക്ക് വരും. ഇനി നോക്കുക, നമ്മൾ വീണ്ടും സ്റ്റാർട്ടിങ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ പ്ലേ കൊടുക്കുന്നു. ശ്രദ്ധിക്കണം, ഓരോ ബട്ടൺ ഞാൻ സ്പീഡിൽ ചെയ്യാണ്. പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്തു, അപ്പോൾ അത് പ്ലേ ആയി തുടങ്ങും. സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ഇപ്പോൾ വേറെ കാണാം. ഇതിൻ്റെ കൂടെ പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് വീഡിയോകളോ അല്ലെങ്കിൽ ഭാഷ മനസ്സിലാവാത്തോ അല്ല ചൈനീസോ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ നമുക്കത് നമ്മുടെ ഭാഷയിലേക്ക് മാറ്റാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന ഇതിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ആദ്യം ഇതിൻ്റെ വീഡിയോ കട്ട് ചെയ്ത് കളയുന്നു. വീഡിയോ അല്ല, ഓഡിയോ കട്ട് ചെയ്യുന്നു. അതിനുവേണ്ടി ഞാനിത് സെലക്ട് ചെയ്യാം. താഴെ ഇവിടെ സെലക്ഷൻ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, സെലക്ട് ആയി. സെലക്ട് ആയി കഴിഞ്ഞാൽ 2 രീതിയിൽ ഓഡിയോ കട്ട് ചെയ്യാം. 100% ഓഡിയോ കട്ട് ചെയ്യണമെങ്കിൽ ഈ സിസേഴ്സ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നോക്കിയാൽ എക്സ്ട്രാക്ട് ഓഡിയോ കാണാം. അങ്ങനെ എക്സ്ട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ കൂടെ ഓഡിയോ വേറൊരു പീസായിട്ട് ഇവിടെ ടൈം ലൈനിൽ വരും. അതിനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ പോയിട്ട് ഡിലീറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു വഴി എന്ന് പറയുന്നത്, ഇതേ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സൗണ്ടിൻ്റെ സിമ്പിൾ കാണാം, സൗണ്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ അതിൻ്റെ സൗണ്ട് 100% ആണ്. അത് നല്ല താഴേക്ക് ഇറക്കിയിട്ട് നമുക്ക് 50 അങ്ങനെ കുറച്ച് വളരെ കുറഞ്ഞതോ അല്ലെങ്കിൽ 0 ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒട്ടും വോളിയം ഉണ്ടാവില്ല. രണ്ടിലൊരു ഓപ്ഷനിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലം 0 വോളിയം ആക്കുന്നു, എന്നിട്ട് ടിക്ക് ചെയ്യുന്നു.
എന്നിട്ട് ഇപ്പോൾ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ടൊന്നും കേൾക്കില്ല. അപ്പോൾ സൗണ്ട് ഇനി വേണം എനിക്ക്. അങ്ങനെ വേണമെന്നാണെങ്കിൽ രണ്ട് രീതിയിലാണ് സൗണ്ട് ആഡ് ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് നേരത്തെ ഇതിൽ നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നേരത്തെയുള്ള ഓഡിയോ ഉണ്ടെങ്കിൽ ഈ ഓഡിയോ സെലക്ട് ചെയ്തിട്ട് നമുക്കത് ഇമ്പോർട്ട് ചെയ്താൽ മതി. സാധാരണ ചെയ്യുന്ന പോലെ ഇവിടെ ഏതെങ്കിലും ഓഡിയോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്താൽ മതി. പക്ഷേ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കിതിൻ്റെ കൂടെ റെക്കോർഡ് ചെയ്ത് പോകണം. അങ്ങനെ റെക്കോർഡ് ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഈ വോയിസ് എന്നുള്ളത് കാണാം. അതിന് മുമ്പ് വേണമെങ്കിൽ നമുക്കൊരു കാര്യം പറയാം. ഇവിടെ വീഡിയോ നോക്കിയാൽ ഈ വലിയൊരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ നടുവിലായിട്ടാണ് വീഡിയോ ഉള്ളത്. അതിനെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് പുതിയൊരു വീഡിയോ ഇങ്ങോട്ടേക്ക് ഇവിടെ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇതിനെ തന്നെ മൊത്തത്തിൽ വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഈ കോർണറിലെ ഈ ആരോ മാർക്ക്, ഡബിൾ ആരോ മാർക്ക് പിടിച്ച് ഡ്രാഗ് ചെയ്താൽ മതി. അങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇത് വലുതായി വരും. നമുക്ക് എത്ര വേണമെങ്കിലും വലുതാക്കാം. അങ്ങനെ വലുതാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വീഡിയോ ആയി. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുന്നു, പ്ലേ. ഇപ്പോൾ ആ വീഡിയോ പ്ലേ ആവുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് ഞാൻ കളഞ്ഞു, നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു. ഇപ്പോൾ എനിക്കിതിന് പുതിയ സൗണ്ട് ആഡ് ചെയ്യണമെന്നാണെങ്കിൽ ഞാനിതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവച്ചതിന് ശേഷം ഈ അരമർക്ക് ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ടിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് ഇവിടെ നമുക്ക് ഈ വോയിസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ വോയിസിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. വോയിസിൽ ക്ലിക്ക് ചെയ്തു, സ്റ്റാർട്ട് കാണാം. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്താൽ ഒരല്പസമയത്തിന് ശേഷം വെയിറ്റ് എന്ന് കാണിച്ച് സ്റ്റാർട്ട് തുടങ്ങും. അപ്പോൾ ഇവിടെ ഇത് കാണാം, വൈബ്രേഷൻ കാണാം. അങ്ങനെയാണ് ആ ടൈം മുതൽ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് മുഴുവൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സേവ് ആവുകയും എന്നിട്ട് നമുക്കത് പ്ലേ ചെയ്യാൻ പറ്റും. ഞാനിവിടെ കാണിക്കാം. സ്റ്റാർട്ട് കൊടുക്കുന്നു, സ്റ്റാർട്ട്, വെയിറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ. ഇന്നിവിടെ കാണാൻ പോകുന്നത് റൂദർഫോർഡിൻ്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് ആണ്. റൂദർഫോർഡ് ആറ്റം മോഡൽ പറയാൻ വേണ്ടിയിട്ട് ലോർഡ് ഏണസ്റ്റ് റൂദർഫോർഡാണ് ഈ മോഡൽ കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ പരീക്ഷണം എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൽ നിന്ന് ആൽഫ റേ ഒരു ലെഡ് ബോക്സിൽ നിന്ന് പുറത്തേക്ക് വിടാൻ അനുവദിക്കുന്നു. വളരെ ചെറിയ ഒരു തിൻ ഹോളിലൂടെ അത് പാസ് ചെയ്യുകയും ആ പാസ് ചെയ്യുന്നത് ഒരു സ്ലിറ്റിലൂടെ പാസ് ചെയ്ത് വളരെ തിന്നായിട്ടുള്ള ഒരു ഗോൾഡ് ഫോയിലൂടെ പാസ് ചെയ്യാൻ അനുവദിക്കുകയാണ്. അപ്പോൾ തൊട്ട് മുമ്പത്തെ മോഡലായ തോംസൺ മോഡൽ അനുസരിച്ച് ആൽഫ റേ നേരെ പാസ് ചെയ്യുമെന്നാണ് റൂദർഫോർഡ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒബ്സർവേഷൻസ് നോക്കിയപ്പോൾ കണ്ടത് ആൽഫ റേ കുറേ ആൽഫ റേസ് നേരെ പോയിട്ട് ചുറ്റും വെച്ചിരിക്കുന്ന സിങ്ക് ഫോസ്ഫൈഡിൽ സ്ക്രീനിൽ തട്ടി അവിടെ ഗ്ലോ ചെയ്യുന്നു. പക്ഷേ കുറേ ആൽഫ റേസ് ജസ്റ്റ് വളഞ്ഞു പോകുന്നുണ്ട്, ഇങ്ങനെ വളഞ്ഞു പോകുന്നു. വളരെ കുറഞ്ഞ അളവിലുള്ള ആൽഫ റേസ് ബൗൺസ് ബാക്ക് ചെയ്യുന്നു. ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്തു. ഞാനിത് മുഴുവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് ഇത് മനസ്സിലാവാത്തത് ഇതിന് തൊട്ട് താഴെ ഓഡിയോ കൂടെ വന്നിട്ടുണ്ടാവും. ആ ഓഡിയോ നമുക്കിവിടെ പ്ലേ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവും. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഇനി എഡിറ്റിങ്ങിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് രണ്ടാമത്തെ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യണം എന്നാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിനെ ഞാനൊന്ന് ചെറുതാക്കുന്നു. ഇത് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ചെറുതാക്കുന്നു. എനിക്ക് ഒരേ ഹെഡിൽ തന്നെ ഒന്നിലധികം വീഡിയോസ് കാണിക്കണമെങ്കിൽ ഞാനത് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു. ഇനി ലെയർ, ആ ലെയറിൽ പോയിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. സെക്കൻഡ് വീഡിയോ ലെറ്റ് ഇറ്റ് ബി ദിസ് വൺ, അതിന് ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ കൊടുത്തു. അത് വന്നു കഴിഞ്ഞു. ഇവിടെ അതിനെ ഞാനൊന്ന് ചെറുതാക്കുന്നു. ഇവിടെ നോക്കുക, ആദ്യത്തെ വീഡിയോ കൂടാതെ രണ്ടാമത്തെ വീഡിയോ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ ഇവിടെ വെച്ച് കട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് സെലക്ട് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ റൈറ്റ് സൈഡ് മുഴുവൻ കട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ സിസേഴ്സ് ക്ലിക്ക് ചെയ്യുന്നു. ട്രിം ടു റൈറ്റ്, മൊത്തം കട്ട് ചെയ്തു. ഇവിടെ നോക്കിയാൽ അത് മുഴുവൻ പോയി. ഇപ്പോൾ പുതിയ വീഡിയോ വന്നു. ആ പുതിയ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യുന്നു. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ബട്ടൺ കൊടുത്തു. അങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് തീർന്നതുകൊണ്ട് വീഡിയോ അവിടെ അവസാനിക്കുന്നു. ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ റെഡ് ക്ലിക്ക് ചെയ്ത് അതിനെ വലുപ്പം കൂട്ടുന്നു. ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ്. അങ്ങനെ 2-3 തവണ ഇത് സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് കൂടിക്കോളും. താഴെ ക്ലിക്ക് ചെയ്യുന്നു, ശേഷം 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും താഴെ ക്ലിക്ക് ചെയ്യുന്നു, 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കുറേ അധികം ലെങ്ത് കഴിഞ്ഞു. ഇപ്പം വീഡിയോ 3 മിനിറ്റ് ഇതവിടെ നോക്കിയാൽ കാണാം 3 മിനിറ്റുള്ള ലെങ്ത്തിലായി കഴിഞ്ഞു. ഞാനിത് പ്ലേ ചെയ്യുന്നു. ഇപ്പോൾ ആഡ് ചെയ്ത വീഡിയോ പ്ലേ ചെയ്യാണ്. അങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഇത്രയും ഭാഗമൊന്നും എനിക്ക് വേണ്ടാന്ന് തോന്നുന്നു. ഇതും എനിക്ക് വേണമെന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് എവിടെ വെച്ചാണോ എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. യെസ്, ഇവിടെ നിന്നാണ് വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ ഒരു അല്പം മുമ്പ് വെച്ചിട്ട് ഇതിങ്ങോട്ട് നീക്കി വെക്കാം.
ഇതാ ഈ ഈ ഇവിടെ വെച്ച് അവസാനിക്കും. ഇതൊരു ആനിമേഷൻ്റെ ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഞാൻ ഇവിടെ വെച്ച് ഇത് കട്ട് ചെയ്യണം. ഇവിടെ വെച്ച് ഈ വീഡിയോ സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് കട്ട് ചെയ്യണം. അതിനുവേണ്ടി സിസേഴ്സ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ട്രിം ടു ലെഫ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് പോയി. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് വന്നിട്ടുണ്ടോ, ഞാൻ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ഇവിടെ നോക്കുക, ഈ ഒരു ഭാഗത്ത് ചുവപ്പ് മാത്രമേ നമ്മൾ കാണുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഹെഡ് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇതിനെ ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്തിട്ട് നല്ല ഡ്രാഗ് ചെയ്യാം. അങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ വരെ എത്തിക്കാം. എന്നിട്ട് അവിടെ മുതൽ നമ്മൾ പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ബട്ടൺ ആക്റ്റീവ് ആകുന്നതോടുകൂടി നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ വീഡിയോ വളരെ ചെറുതാണ്. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് വലുതാക്കാൻ ശ്രമിക്കുക. നേരത്തെ ചെയ്ത പോലെ ഇതിനെ ഒന്ന് ക്രോപ്പ് ചെയ്യണം. ഈ കളറും ഇതൊക്കെ ഒഴിവാക്കണം എന്നാണെങ്കിൽ സെലക്റ്റഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ ഇവിടെ ഡ്രാഗ് ചെയ്യുക. താഴെ നമുക്ക് ക്രോപ്പിംഗ് എന്ന് കാണാം. ക്രോപ്പ് ചെയ്യുന്നു. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. ഈ മൂല ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അവിടെ കട്ടായി. പിന്നെ ലെഫ്റ്റ് കോർണറിൽ നിന്ന് നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതും കട്ടായി. നമുക്ക് എത്രയാണോ വേണ്ടത് കട്ട് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് അടിയിൽ ഫുഡ് നോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്താണ്. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും പ്ലേ ഹെഡിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ വലുതാവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം സൈഡും അരികൊക്കെ കട്ട് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സൗണ്ട് കട്ട് ചെയ്യാനും സൗണ്ട് ആഡ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇവിടെ നമുക്കിനി ഒരേ സ്ക്രീനിൽ തന്നെ 2 വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാനിതിനെ ക്ലിക്ക് ചെയ്യുന്നു. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതാക്കുക. എന്നിട്ട് അതിനെ ഞാൻ റൈറ്റ് സൈഡിൽ കൊണ്ടുവച്ചു. ഇത് ഞാൻ ടിക്ക് മാർക്ക്, ഏത് ആക്ഷൻ ചെയ്താലും ടിക്ക് മാർക്ക് ചെയ്യണം. താഴെ പ്ലേ ഹെഡിങ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ വേറൊരു വീഡിയോ ആണ്, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. അതിനെയും കുറച്ച് ചെറുതാക്കുന്നു. അതിനെ കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് വെക്കുന്നു. എന്നിട്ട് രണ്ടും ഒരു സ്ഥലത്ത് തന്നെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ ലോങ് പ്രസ് ചെയ്യുക, ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യാം. ഇപ്പം നോക്കുക, ഈ മഞ്ഞ മീൻസ് ചുവന്ന ലെയറിന് മുകളിൽ ഒരു വീഡിയോ, 2 വീഡിയോ. ഇപ്പോൾ 2 വീഡിയോ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ 2 വീഡിയോ നമുക്ക് കാണാം. ഒരേ സ്ഥലത്ത് 2 വീഡിയോ. പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ പ്ലേ കാണുന്നുണ്ട്. 2 വീഡിയോ ഇപ്പോൾ പ്ലേ ആവുന്നുണ്ട്. ഇവിടെ ആൽഫ റേ പാസ് ചെയ്യുന്നത് കാണാം. ഇവിടെ രണ്ടാമത്തെ വീഡിയോയും വലുതായിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഓരോ ഹെഡിൽ തന്നെ 2 വീഡിയോ ആഡ് ചെയ്യാൻ, വീഡിയോ കട്ട് ചെയ്യാൻ, വീഡിയോയുടെ ഓഡിയോ ക്യാൻസൽ ചെയ്യാൻ, ഓഡിയോ പുതിയത് ആഡ് ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എഡിറ്റർ ഉപയോഗിക്കുന്നത്. വേറെയും ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നോക്കുക, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു അടയാളം കാണിക്കണം. അപ്പോൾ ഇതിന് മാത്രം അടയാളം കാണിക്കണം എന്നാണെങ്കിൽ ഞാൻ ഇവിടെ നോക്കുക, ഈ ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു. ലെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഹാൻഡ് റൈറ്റിംഗ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഹാൻഡ് റൈറ്റിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. ഇവിടെ നോക്കുക, ഈ സ്ക്വയർ ബോക്സ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എനിക്ക് ചെയ്യാവുന്ന ഇങ്ങനെ സർക്കിൾ വരയ്ക്കാം, സ്ക്വയർ ബോക്സ് വരയ്ക്കാം, ഡാർക്ക് ഡോട്ട് ഇടാം, സ്ക്വയർ ഡോട്ട് ഇടാം, ഇൻറ്റു മാർക്ക് ഇടാം, ആരോ മാർക്ക് പേന കൊണ്ട് എഴുതാം, ഒക്കെ ചെയ്യാം. ഞാൻ തൽക്കാലം ഇവിടെ ഒരു കാര്യം റൗണ്ടിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നു. റൗണ്ട് സെലക്ട് ചെയ്യുന്നു. ഇതിനകത്ത് ഒരു സർക്കിൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും കാണിക്കാം. ലെയർ ക്ലിക്ക് ചെയ്യുന്നു. ഹാൻഡ് റൈറ്റിങ്ങിൽ ഈ സർക്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ഞാൻ സ്ക്വയർ ആക്കുന്നു ഒന്നുകൂടെ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ക്വയർ എടുക്കുന്നു. എവിടെയാണോ വരയ്ക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. സ്ക്വയർ കിട്ടി. ആ സ്ക്വയറിനെ സെലക്ട് ചെയ്ത് നമുക്ക് മൂവ് ചെയ്യിക്കാം. ഇപ്പോൾ സെലക്ട് ആയിട്ടുണ്ട്. ഇതിനെ ലോങ് പ്രസ് ചെയ്യുക എവിടെയെങ്കിലും, എന്നിട്ട് മെല്ലെ നീക്കിയാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ അവിടെ കൊണ്ടുവെക്കാം. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്ത് പ്ലേ ചെയ്യാം. അവിടെ ശ്രദ്ധിക്കണം, കാരണം ഇതിൻ്റെ ലെങ്ത് ഇവിടെ നോക്കാം. താഴെ നോക്കി ഇത്രയും ഭാഗത്താണ് ഒരു വീഡിയോ ഇവിടെ വരെ എത്തുന്നവരെ മഞ്ഞ ഇവിടെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഇവിടെ നോക്കാം, യെസ്, അത് പോയി. അപ്പോൾ അതിൻ്റെ ലെങ്ത് എത്ര വേണം നമുക്ക് നേരത്തെ തീരുമാനിക്കാം. ഞാൻ കുറച്ചുകൂടെ ലെങ്ത്തിൽ അത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സെലക്ട് ചെയ്യുന്നു, ഇവിടെ വെച്ച് ഡ്രാഗ് ചെയ്യുന്നു. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട അത്രയും സമയം ഈ മഞ്ഞ അവിടെ കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ നമുക്ക് അതിനകത്ത് ഇനി ഒരു ഓഡിയോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിലും ഇതേപോലെ തന്നെയാണ്. ഞാൻ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കാണിക്കാം. ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു. താഴെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത ഉടനെ നമ്മുടെ കീബോർഡാണ് ഓപ്പൺ ആയി വരിക. ഇവിടെ ഞാൻ
മേലെ ഓക്കെ ബട്ടൺ കൊടുക്കുക. ഓക്കെ കൊടുത്ത ഉടനെ അതിവിടെ വന്നു. നേരത്തെ പറഞ്ഞ പോലെ അതിനെയും നമുക്ക് ഇവിടെ നിന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് എങ്ങോട്ട് വേണമെങ്കിലും ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാം. ഇങ്ങോട്ട് കൊണ്ടുപോകാം, താഴെ കൊണ്ടുപോകാം, മൊബിലിറ്റി കൊണ്ടുവരാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ മേലെ കൊണ്ടുപോകുന്നു. പക്ഷേ ഇത് ഫോണ്ടൊക്കെ മാറ്റണമെങ്കിൽ എനിക്കിത് റൈറ്റ് സൈഡിൽ എ എന്ന് എഴുതി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ഫോണ്ടുകൾ കാണാം. ഞാൻ കുറച്ച് കട്ടിയുള്ളത് നോട്ടോ ഈ ബോൾഡ് ക്ലിക്ക് ചെയ്യുന്നു, ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ എഴുത്ത് കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ടാവും. ഇനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നാണെങ്കിൽ ഇവിടെ നോക്കാം. അതിൻ്റെ കളറാണിത്. ഇവിടെ താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ ഷാഡോ, ഗ്ലോ, ഔട്ട്ലൈൻ, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണാം. ഈ ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിനു ശേഷം ബാക്ക്ഗ്രൗണ്ട് കളറാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്, ഇവിടെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു യെല്ലോ തന്നെ എടുക്കുന്നു. യെല്ലോ എടുത്തു, ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോ പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഹെഡിങ് അവിടെയുണ്ട്. ഹെഡിങ് വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇതിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് യെല്ലോ ബോർഡർ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് എത്ര ലെങ്ത് വേണമെങ്കിലും കൂട്ടാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്ത ആളുടെ പേര് താഴെ ഫുൾ ടൈം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആഡ് ചെയ്ത് വെക്കാം. ഓരോ സ്ഥലത്ത് ഓരോ ഹെഡിങ് മാത്രമാണെങ്കിൽ അതങ്ങനെ ആഡ് ചെയ്യാം. ഇനി ആ വരുന്ന എഴുതുന്ന അതും കൂടെ പറഞ്ഞ വീഡിയോ അവസാനിപ്പിക്കാം. ബാക്കി ഫുൾ ഡീറ്റെയിൽസ് മറ്റൊരു വീഡിയോയിൽ ചെയ്യും. ഈ എല്ലാ വീഡിയോയ്ക്കും അതുപോലെ ഓഡിയോ അതിൽ ആഡ് ചെയ്യുന്ന സാധനത്തിനൊക്കെ നമുക്ക് ആനിമേഷൻസ് കൊടുക്കാം. അപ്പോൾ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ഈ എഴുതി റൂദർഫോർഡ്സ് എക്സ്പെരിമെൻ്റ് എന്നുള്ളത് എങ്ങനെയാണ് ഇവിടത്തേക്ക് വരേണ്ടതെന്നാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണാം ഇൻ ആനിമേഷൻ. സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുറത്ത് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ സെലക്റ്റഡ് അല്ല അത്. അതിനുശേഷം ഞാൻ ഈ താഴെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെലക്റ്റഡ് ആയി. സെലക്റ്റഡ് ആകുമ്പോൾ ഇൻ ആനിമേഷൻ, ഓവറോൾ ആനിമേഷൻ, ഔട്ട് ആനിമേഷൻ, റൊട്ടേറ്റ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇൻ ആനിമേഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ട് എങ്ങനെ വരണം എന്നുള്ളതാണ്. അപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവച്ചിട്ട് ഇൻ ആനിമേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഫെയ്ഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കാണിക്കും നല്ല ഫെയ്ഡായിട്ട് വരുന്നത്. ഇനി താഴെ പോപ്പ്, ഞാൻ പോപ്പ് ക്ലിക്ക് ചെയ്യുന്നു. ഈ രീതിയിൽ വരുന്നത് ഓരോന്നിൻ്റെയും പ്രിവ്യൂ അവിടെ കാണാം. സ്ലൈഡ് റൈറ്റ് വലത്തോട്ടേക്ക് വരുന്നു, സ്ലൈഡ് അപ്പ്, സ്ലൈഡ് ഡൗൺ, സ്പിൻ, ധാരാളം ഡ്രോപ്പ്, അതിനകത്ത് ഓടി വന്ന് വീഴുന്ന രീതിയിലുള്ളത് ഡ്രോപ്പ്, ഇങ്ങനെയുള്ളത്. സ്കെയിൽ അപ്പ് ചെയ്യാം, താഴെ നിന്ന് മേലേക്ക് വരുന്ന രീതിയിൽ ചെയ്യാം. സ്കെയിൽ ഡൗൺ, കൺവേർജ്, ലെറ്റർ ബൈ ലെറ്റർ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം, ഇങ്ങനെ വരും. ഞാൻ തൽക്കാലം അത് സെലക്ട് ചെയ്യുന്നു, സമയം കളയുന്നില്ല. ടിക്ക് കൊടുക്കുന്നു. ടിക്ക് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് വെറുതെ പ്ലേ ചെയ്ത് നോക്കാം. ഈ സെൻറ്റൻസ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കുന്നു. അതിനുശേഷം പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ നോക്കുക, വീഡിയോ ഇങ്ങനെ നീങ്ങി വരുന്ന കാണാം. വീഡിയോ നീങ്ങി ഇവിടെ എത്തുമ്പോൾ റൂദർഫോർഡ്സ് ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് വരുന്നു. അതിങ്ങനെ ലെങ്ത്തിൽ പോകും. ഇനി അവിടെ രണ്ട് ആനിമേഷൻസ് കൂടെ ഉണ്ട്. ഒന്ന് വന്നിരിക്കുന്നത് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്നാൽ മതിയോ, അതല്ലെങ്കിൽ ഓവറോൾ ആനിമേഷൻ വന്നതിന് ശേഷം എങ്ങനെ അത് പെരുമാറേണ്ടത് എന്നുള്ളതാണ്. ഓവറോൾ ആനിമേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലിങ്ക് സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ കളിക്കും. അതുപോലെ ഫ്ലിക്കർ ഉണ്ട്, അവിടെ കിടന്ന് കൂടുതൽ സമയം ഫ്ലിക്ക് ചെയ്യുന്നത്. പൾസ് ഉണ്ട്, പൾസ് കൊടുക്കാം. ഞാൻ തൽക്കാലം പൾസ് കൊടുത്ത് ടിക്ക് ചെയ്യുന്നു. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാനിവിടെ പ്ലേ കൊടുക്കാം. വീണ്ടും പ്ലേ കൊടുത്തു. ഇതാണ് ഫ്ലിക്കർ എന്ന് ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഫോൺ കപ്പാസിറ്റി കുറയുന്നതുകൊണ്ട് സ്ലോ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ സ്റ്റെക്ക് ചെയ്യുന്നു. പിന്നെ അതുപോലെ ഔട്ട് ആനിമേഷൻ, അതേ സാധനത്തിന് തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഔട്ട് ആനിമേഷൻ കൂടെ കൊടുക്കാം. അതും കൂടെ പറയാം. ഔട്ട് ആനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതും ഫെയ്ഡ് ഔട്ട്, ഞാൻ അങ്ങനെ തീരുമാനിക്കും. മെല്ലെ അങ്ങ് ഫെയ്ഡായി പോകുന്നത്, അത് ടിക്ക് ചെയ്യുന്നു. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഇതുപോലെ എഡിറ്റ് ചെയ്ത് വരുത്താം. വലുതാക്കാം, ചെറുതാക്കാം, ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പ്ലേ കൊടുക്കുന്ന സമയത്ത് തുടക്കത്തിൽ നമ്മൾ കട്ട് ചെയ്ത അത്രയും ഭാഗം ബ്ലാങ്ക് ആണ്. അപ്പോൾ അത് ഇങ്ങോട്ട് വരണമെങ്കിൽ ഞാനിത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് ലോങ് പ്രസ് ചെയ്യാം. അപ്പോൾ ഒരു വൈബ്രേഷൻ വരും. ആ സമയത്ത് ഇതിങ്ങനെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ അറ്റത്ത് വരെ എത്തിക്കാം. അപ്പോഴുണ്ടാകുന്നൊരു പ്രശ്നം, ഇത് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ അവസാനിച്ചിട്ട് അത് കുഴപ്പമില്ല. രണ്ടാമത്തെ വീഡിയോ ഇവിടെ തന്നെ വരുന്നുണ്ട്. ഈ ഒരു പൊസിഷനിൽ രണ്ട് വീഡിയോയും പ്ലേ ആവും. ഇവിടെ മുതൽ ഇവിടെ വരെ രണ്ട് വീഡിയോ ഉണ്ടാവും. ഇവിടെ മുതൽ ഇത് നോക്കിയാൽ കാണാം, ഒരു വീഡിയോ തീർന്നു. രണ്ടാമത്തെ വീഡിയോ മാത്രമേ ഇനി കാണുകയുള്ളൂ. ഈ വീഡിയോ ഇപ്പോൾ കട്ടായിട്ടുണ്ട്. ഒരു വീഡിയോ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. ഇവിടെ വെച്ച് നമ്മൾ രണ്ട് കാര്യങ്ങൾ, ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ഹാൻഡ് റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും വർക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും.
ഇനി ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്കിത് മതിയും തോന്നുകയാണെങ്കിൽ എപ്പോഴാണെങ്കിലും ഇതാണ് ബാക്ക് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ജസ്റ്റ് ഇത് ബാക്കിലേക്ക് പോവുകയും ആ ഒരു പ്രൊജക്റ്റ് അൺടൈറ്റഡ് ആയിട്ട് അവിടെ സേവ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പിന്നീടായി കാണുന്നത്, പിന്നീട് എപ്പോഴാണോ കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യുന്നത് അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ കൈൻ മാസ്റ്റർ ഇപ്പോൾ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യുന്നു. ബാക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യുന്നു. കൈൻ മാസ്റ്റർ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് ഞാൻ രണ്ടാമത് കൈൻ മാസ്റ്റർ ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത് ഇങ്ങനെയാണ്. ഇൻ്റർഫേസ് വരുന്നത് ഇങ്ങനെയാകുമ്പോൾ ഇവിടെ നോക്കുക, അൺടൈറ്റിൽഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് അവിടെ സേവ് ആയിട്ടുണ്ട്. ഞാൻ അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഞാനിവിടെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് ഓപ്പണായി വരുന്നത് കാണാം. അതിൽ യാതൊരു മാറ്റം വന്നിട്ടുണ്ടാവില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്തു പോകാം. അതുപോലെ എത്ര പ്രൊജക്റ്റ് വേണമെങ്കിലും നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഫൈനൽ സ്റ്റെപ്പ്, ഇങ്ങനെയൊക്കെ ചെയ്ത വീഡിയോ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം നമുക്ക് കാണിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്തു വെച്ച വർക്ക് ഇവിടെ ഇങ്ങനെ കാണാം. ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കുക, ഒരു 3 ഡോട്ട് സാധാരണയുള്ള ഷെയർ ബട്ടനാണിത്. ആ ഷെയർ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് വീഡിയോ ടു ഗാലറി അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഓരോ സൈസ് അവിടെ ചോദിക്കും. നിങ്ങൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ വലിയ സൈസ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ എനിക്ക് HD മാത്രമേ കിട്ടുള്ളൂ. ഫുൾ HD ആണ് അടുത്ത ഒരു ഓപ്ഷൻ. ലോ ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാം. എന്തായാലും ഹൈ ഡെഫിനിഷനിൽ 90 MB ഉള്ളതിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് എക്സ്പോർട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് റെൻഡറിങ് ടൈം ഇത്രയും ആവാൻ അല്പസമയം എടുക്കും. ഞാനത് വീഡിയോയിൽ ചെയ്ത് കാണിക്കില്ല. 3.5 മിനിറ്റും കൂടെ എടുത്തു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ആയിട്ടുണ്ടാകും. ആ എക്സ്പോർട്ട് ആയ വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാനും നമുക്ക് ക്ലാസ് റൂമിൽ ഉപയോഗിക്കാനും മറ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൈൻ മാസ്റ്ററിൻ്റെ കൂടുതൽ ട്യൂട്ടോറിയൽ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. ഒന്നെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അടുത്ത ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാവുന്ന ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷനാണ് കൈൻ മാസ്റ്റർ. അടുത്ത വീഡിയോ വരുന്നത് വരെയും തൽക്കാലം വിടവാങ്ങുന്നു. Thanks for watching this video. Please